കളമശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിർമ്മിച്ച അനധികൃത കെട്ടിടം പൊളിച്ചു മാറ്റുകയാണ്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റേതാണ് നടപടി. കെട്ടിടത്തിനുള്ളിലും സമീപത്തുമായി കണ്ടെത്തിയത് വൻ മാലിന്യ കൂമ്പാരമാണ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി. അശ്വിൻ, ഇത് കളമശ്ശേരിയിലെ ഏത് ഭാഗത്താണ് ഇത്തരത്തിലൊരു അനധികൃത കെട്ടിടം നിർമ്മിക്കുന്നതുണ്ടായത്? എന്താണ് ഇതിൽ നഗരസഭ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ അവിടുത്തെ ബിവറേജിന് സമീപമുള്ള ഒരു വലിയ പ്രദേശമാണിത്. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്കെടുത്ത് അവരുടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി വാടകയ്ക്കെടുത്തിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ആക്രി സാധനങ്ങളും വലിയ തോതിൽ മാലിന്യ കൂമ്പാരവുമൊക്കെയായി ഒരു വലിയൊരു മാലിന്യ ഡംപിംഗ് യാർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് ഈ സ്ഥലത്തെ കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മാറ്റിയിരിക്കുന്നു. അതിന് ചേർന്നായി ഒരു ചെറിയ കെട്ടിടവും ഇവർ പണിതിരുന്നു. ആ കെട്ടിടമാണിപ്പോൾ ഇത് ഉപയോഗിച്ച് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പൂർണ്ണമായും തന്നെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ കെട്ടിടത്തിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കണ്ടെത്തിയത് വൻ ലഹരി ശേഖരം കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളടക്കം ഈ പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ ആളുകൾ ഇതാണ് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞ ഈ കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയ ലഹരി വസ്തുക്കളുടെ ഒരു പാക്കറ്റാണിത്. ഇങ്ങനത്തെ നിരവധി പാക്കറ്റുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് പ്രാഥമിക മനസ്സിലാക്കുന്നത്. സാറ് ഏത് സാഹചര്യത്തിലായിരുന്നു ഇവിടെ ഒരു പരിശോധനയും ഈ ഒരു നടപടിയും എടുത്തത്? ഇത് ഒരു പരിശോധനയല്ല. KBR 2019 റൂള് 4 പ്രകാരം അതിൻ്റെ ലംഘനമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളും എല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്തുള്ള ആളുകളുടെ കൂട്ടായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി 8/8 ഇതിന് നോട്ടീസ് നൽകി. ഇപ്പോൾ നിലവിലിവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ താമസം ഉണ്ടായിരുന്നല്ലോ ഇതര സംസ്ഥാനത്തോട്? ആദ്യഘട്ടത്തിൽ വരുമ്പോൾ താമസമില്ലായിരുന്നു. ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഈ ആളുകൾ പാർക്കുന്നതായിട്ട് കണ്ടേക്കുന്നത്. തുടർ നടപടി അവരെ എവിടേക്കെങ്കിലും മാറ്റും അങ്ങനെ എന്തെങ്കിലും? അതൊന്നും നഗരസഭയെ സംബന്ധിച്ചുള്ള ബാധ്യതയല്ല. കാരണം ഇത് നഗരസഭയുടെ പെർമിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ള ഒരു അനധികൃത നിർമ്മാണം തന്നെയല്ല. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ നേരെ മേലേക്കടെ പോകുന്ന 220 kV കൊടംകുളം നിന്ന് വരുന്ന ഒരു ഗ്രിഡ് ലൈനാണ്. അപ്പോൾ ഇതിന് കീഴെ ഒരു താൽക്കാലിക നിർമ്മാണം ബേസിക്കലി അനുവദനീയമല്ല. ഇലക്ട്രിസിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാവാം ഒരു താൽക്കാലിക കണക്ഷൻ ലഭ്യമാക്കിയിരുന്നു. എന്തായാലും ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ആ കണക്ഷൻ ഇവിടെ വിച്ഛേദിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഒരു ഗുരുതരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഈ ടെമ്പററി നിർമ്മാണത്തിൻ്റെ ഷീറ്റുകളോ എന്തെങ്കിലും പറന്ന് ലൈനിൽ തട്ടി ചിലപ്പോൾ ഒരു ബ്ലാസ്റ്റോ തീപിടുത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ജീവഹാനി വരെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രജിനെ ഇവർ പറയുന്ന ഗുരുതരമായൊരു പ്രശ്നം കൂടിയുണ്ട്. അത് കൂടംകുളം പദ്ധതിയുടെ ഭാഗമായി പോകുന്ന 220 kV ശേഷിയുള്ള വൈദ്യുതി പ്രഹര ശേഷിയുള്ള വൈദ്യുതി ലൈനുകളാണ്. ഇവിടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ വലിയ അപകടം ഈ പ്രദേശത്തുണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നഗരസഭ ആരോഗ്യ വിഭാഗം എല്ലാം ചേർന്നത് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഈ സ്ഥലം അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇവരെത്തിയിട്ടുമുണ്ട്. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത് കളമശ്ശേരിയിൽ നിന്നും.